56 വർഷം മുൻപ് വിമാനാപകടത്തിൽ മരിച്ച സൈനികന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. പത്തനംതിട്ട ഇലന്തൂർ ഓടാലിൽ വീട്ടിൽ തോമസ് ചെറിയാന്റെ മൃതദേഹമാണ് സൈന്യത്തിന് ലഭിച്ചത്. 1968 ഫെബ്രുവരി 7-നാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനാപകടത്തിൽ തോമസ് ചെറിയാൻ മരണമടഞ്ഞത്. ഇന്നലെയാണ് തോമസ് ചെറിയാന്റെ മൃതദേഹം ലഭിച്ച വിവരം സൈനിക ഉദ്യോഗസ്ഥർ ഇലന്തൂരിലെ ബന്ധുക്കളെ അറിയിച്ചത്. തോമസ് ചെറിയാൻ ഉൾപ്പെടെ 102 പേരാണ് അന്ന് മരണപ്പെട്ടത്. ശശിനാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശശിനാരായണൻ, 5.5 പതിറ്റാണ്ട് മുൻപ് നടന്ന സംഭവമാണ് ഇത്. ഈ കുടുംബത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു ഇങ്ങനെയൊരു വർഷങ്ങൾക്ക് ശേഷം ഈ തങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെ ആ മൃതദേഹം കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ എപ്പോൾ ഈ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്? ടോം, അത് തന്നെയാണ് പ്രധാനമായ കാര്യം. കാരണം 50 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു അപകടത്തിൽ മരണപ്പെട്ട വ്യക്തിയുടെ മൃതദേഹം തിരിച്ചു കിട്ടുന്ന ഒരു പ്രതീക്ഷ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം 2003-ലാണ് ഇത് സംബന്ധിച്ച ഒരു അറിവ്. പിന്നീട് ഈ അപകടത്തിൽ 102 പേരാണ് ഈ എയർഫോഴ്സിന്റെ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അതിനകത്ത് ഉള്ള ഈ എല്ലാവരും പൂർണ്ണമായി മരിച്ചു എന്നുള്ളതാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഈ മൃതദേഹം തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷ വീട്ടുകാരെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല. പക്ഷേ ആ സമയത്ത് അപകടം നടന്ന ശേഷം 9 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഈ ലഡാക്കിൽ അപകടമുണ്ടായ മഞ്ഞുമലയിൽ നിന്നും സൈനികർക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയുള്ള മൃതദേഹങ്ങളെല്ലാം ഘട്ടം ഘട്ടമായി കണ്ടെടുക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം 2003-ലാണ് ഈ തോമസ് ചെറിയാന്റെ മരണവുമായി സ്ഥിരീകരിച്ചുകൊണ്ട് സൈനിക ഉദ്യോഗസ്ഥർ ഇലന്തൂരിലെ വീട്ടിൽ വിവരം അറിയിക്കുന്നത്. മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു കത്ത് കിട്ടുന്നത് 2003-ലാണ്. അതിനുശേഷം പിന്നീട് തിരച്ചിൽ 2-3 തവണ പല പ്രാവശ്യവും നിരവധി ആളുകളുടെ മൃതദേഹങ്ങൾ ഇതുപോലെ കിട്ടാറുണ്ട്. അതിന്റെ തിരച്ചിൽ പിന്നീട് തുടർച്ചയായി സൈനിക വിഭാഗം നടത്തിക്കൊണ്ടുവന്നിരുന്നു. അതിനിടയിലാണ് ഇന്നലെ ഈ മൃതദേഹം കണ്ടെത്തിയ വിവരം വീട്ടുകാർക്ക് ലഭിക്കുന്നത്. എന്തായാലും വലിയ വിഷമവുമുണ്ട്, ഒപ്പം തന്നെ അവർക്ക് സന്തോഷമുണ്ട്. കാരണം കുടുംബത്തിൽ അവരുടെ രംഗം എന്ന നിലയ്ക്ക് 56 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട ഒരാളെ തിരിച്ചു കിട്ടിയ അവരുടെ ആചാരപ്രകാരം തിരിച്ച് അവരുടെ ദേവാലയത്തിൽ തന്നെ കൊണ്ടുവന്ന് സംസ്കരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ അവർക്ക് ആശ്വാസമാണ്. പക്ഷേ ഈ തിരിച്ചു കിട്ടും, ഈ ബോഡി കണ്ടെടുത്ത് തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷ കുടുംബത്തിന് നേരത്തെ ഉണ്ടായിരുന്നില്ല. പക്ഷേ തുടർച്ചയായി 2003 മുതൽ സൈനിക വിഭാഗം ഇക്കാര്യത്തിൽ വലിയ അടിയന്തര ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ വിമാനത്തിന്റെ അവശേഷം കണ്ടെടുക്കുകയും തുടർന്ന് ഈ വിമാനത്തിൽ സഞ്ചരിച്ച സൈനികരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുള്ള നടപടികൾ പല ഘട്ടങ്ങളായി നടത്തി വന്നിരുന്നു. 2003-ലാണ് ഇത് സംബന്ധിച്ച് വിവരം ലഭിക്കുന്നത്. ഇന്നലെ ഈ തോമസ് ചെറിയാനോടൊപ്പം തന്നെ ഉള്ള 4 പേരുടെ മൃതദേഹം കൂടി കണ്ടെടുത്തുന്നു. അതിനാണ് തോമസ് ചെറിയാന്റെ മൃതദേഹമെന്ന് സ്ഥിരീകരിക്കുന്നത്. സംസ്കരിക്കാനുള്ള നടപടി പൂർത്തിയാക്കി വീട്ടിലേക്ക് മൃതദേഹം അയക്കും എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. ടോം, വ്യക്തമാണ്. ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തോമസ് ചെറിയാന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചതിന് ശേഷം കുടുംബക്കല്ലറയിൽ സംസ്കരിക്കാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം.